ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുനാരകം ഏറ്റവും എളുപ്പത്തിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ്. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുനാരങ്ങയെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ചെറുനാരങ്ങയ്ക്കുണ്ട്. അതുപോലെ അച്ചാറിടാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെയായി അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്ക് നാം ചെറുനാരങ്ങ നിത്യവും ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുള്ള ചെറുനാരങ്ങയുടെ ഒരു തൈയെങ്കിലും നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറുനാരകം നടാനായി വിത്ത് മുളപ്പിച്ചതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ഒക്കെയുള്ള തൈകളോ ഏത് വേണമെങ്കിലും നമുക്ക് നടാനെടുക്കാം. വളരെ പെട്ടെന്ന് കായ്ഫലം കിട്ടണമെങ്കിൽ ലെയർ ചെയ്തെടുത്ത തൈകൾ വാങ്ങി നടുന്നതാണ് നല്ലത്. ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന നഴ്സറികളിൽ നിന്ന് വാങ്ങി നടാം. ഇങ്ങനെ തൈകൾ വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുനാരകത്തൈയുടെ ചൂടുഭാഗം കുറച്ച് കനമുള്ളതായിരിക്കണം. നമ്മൾ വാങ്ങുന്ന തൈയിൽ 1-2 പൂക്കളും കായ്കളും ഒക്കെയുള്ള തൈകൾ വേണം വാങ്ങി നടാനായിട്ട്. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കുന്നതാണ്. ഇത് ഞാൻ മണ്ണുത്തിയിലെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലിപ്പോൾ പൂക്കളും ചെറിയ കായ്കളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ തൈ എങ്ങനെയാണ് ചട്ടിയിൽ നടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെറുനാരകത്തൈ നടാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു ചെടിച്ചട്ടിയാണ്. ഇതിലൊരിക്കലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, മണ്ണിര കമ്പോസ്റ്റ്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് എല്ലുപൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചട്ടിയുടെ ഏറ്റവും അടിയിൽ കുറച്ച് കരിയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ചട്ടിയുടെ പകുതി ഭാഗത്തോളം പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈ നട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഈ തൈയുടെ കവർ മാറ്റാം. ഇനി നമുക്ക് ഈ മണ്ണ് കുറച്ചൊന്ന് കളഞ്ഞെടുക്കാം. ചെറുനാരകത്തൈ നമുക്ക് ചട്ടിയുടെ നടുഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറുനാരകം നട്ടു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കണം. നന്നായി നനച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കരിയില പുതയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറുനാരകത്തിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 ദിവസം നമുക്ക് തണലത്തേക്ക് മാറ്റി വയ്ക്കാം. ചെറുനാരകം നല്ലപോലെ കായ്ക്കണമെങ്കിൽ നല്ല വെയിൽ അത്യാവശ്യമാണ്. ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ ചെറുനാരകം നട്ടുപിടിപ്പിക്കുമ്പോൾ ദിവസത്തിൽ ഒരിക്കൽ നനച്ചു കൊടുക്കണം. അതുപോലെ ചെറുനാരങ്ങ ഉണ്ടായി വിളവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പുകൾ ചെറുതായി ഒന്ന് പ്രൂൺ ചെയ്തു കൊടുക്കണം. എങ്കിലേ പിന്നീട് വരുന്ന തളിർപ്പുകളിൽ പൂവും കായും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ചെറുനാരങ്ങ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുവരെ ചെറുനാരകം നട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തൈയെങ്കിലും നഴ്സറിയിൽ നിന്നും വാങ്ങി നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ മുമ്പ് ഞാൻ നട്ടിട്ടുള്ള ഒരു ചെറുനാരകമാണ് ഇത്. ഇത് വിളവെടുത്തതിന് ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ
ചെറിയ ചെറിയ തളിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.